നമസ്കാരം, സുഭാഷ് സാറാണ്. NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി, നമ്മുടെ എയർഫോഴ്സ്, നേവി, ആർമി, ഈ 3 വിങ്ങിലോട്ടും നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ ഏറ്റവും സേഫായിട്ട് നല്ല രീതിയിൽ കൂടെ പഠിച്ചിറങ്ങി ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇതിൽ കൂടി കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഈ സൗത്തിലോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ 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 കുറവാണ്. ഇത്രയും സോഷ്യൽ മീഡിയ വളർന്നിട്ട് പോലും ഇതിനെക്കുറിച്ച് അറിയത്തേയില്ല. ഈ എക്സാം എന്താണെന്നോ, ഇതെന്തൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നെന്നോ, അതേപോലെ എന്തൊക്കെ ആകാൻ പറ്റും, ഏതൊക്കെ എക്സാംസുകൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് വളരെ വളരെ അവയർനെസ് കുറവാണ്. പക്ഷെ പല കുട്ടികളിലും ഇതിപ്പോ കണ്ട് പതുക്കെ 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 ഒരു ഇമ്പ്രൂവ്മെന്റ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പല കുട്ടികൾക്കും പല ഡ്രീമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ് ആവണം, അല്ലെങ്കിൽ ഇന്ന ഓഫീസർ ആവണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ കുറെ കുട്ടികൾ ഇപ്പോൾ പതുക്കെ പതുക്കെ എക്സാം എഴുതാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോഴും കേരളത്തിൽ 3 അല്ലെങ്കിൽ 4 സെന്ററുകളെ നമ്മുടെ ഇവിടെ ഉള്ളൂ. മീൻസ് കേരളത്തിൽ എക്സാം നടക്കുമ്പോൾ 3-4 സെന്റർ മാക്സിമം, അതിൽ കൂടുതലില്ല. അതിനുള്ള കുട്ടികളെ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനോടുള്ള അവയർനെസ്സും ഇതിന്റെ പ്രയോജനങ്ങളൊന്നും അറിയാൻ വയ്യാതാണ് നമ്മൾ ഇതിനോട് സമീപിക്കുന്നത്. പിന്നെ എല്ലാവരും കീമൊക്കെ എഴുതും, ഒത്തിരി പേര്. പക്ഷെ ഈ കീം എഴുതുമ്പോൾ നമുക്കറിയാം കേരളത്തിനുള്ളിലുള്ള കോളേജസുകളിൽ മാത്രം പഠിക്കാനുള്ളതാണ്. അപ്പൊ അത് പ്രയോജനമില്ലെന്നല്ല, പ്രയോജനമുള്ള ഇനിയും വേറെ ഉണ്ടെങ്കിൽ അതുകൂടെ കണ്ടെത്തണ്ടായോ? അല്ലാതെ ഒറ്റ കാര്യത്തെ മാത്രമാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ വളരെ പ്രയോജനമുള്ള പല കാര്യങ്ങളും ഉള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടുള്ളത്, നമ്മുടെ മാത്സിന്റെ പ്രോബ്ലംസ് ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു വർഷം NDA 2 തവണ നടക്കുന്നുണ്ട്. NDA 1 ആൻഡ് NDA 2 അല്ലേ? പിന്നെ 2 തവണയും എഴുതുന്നവരുടെ എണ്ണവും കുറവാണ്. കൂടുതൽ ആൾക്കാർ NDA 1 എഴുതും. NDA 2 ആകുമ്പോഴത്തേക്ക് പല കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് കൊണ്ടും ടൈം ഒക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇത് നടക്കുന്നത് ഏപ്രിലാണ്. എല്ലാ വർഷവും ഏപ്രിലും, ഇത് സെപ്റ്റംബറിലുമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സെപ്റ്റംബറിൽ നടക്കേണ്ടത് തന്നെ പല കുട്ടികൾക്കും ഇത് എഴുതാൻ പറ്റാതെ വരും. കാരണം പല കോഴ്സിനും ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്നത്, ഇതിൽ ഏതാണ് കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നത്? എന്ത് പ്രയോജനം ചെയ്യുന്നു? ഈ NDA എൻട്രൻസ് എക്സാം എഴുതി പാസ്സാവാനുള്ള ഏതിനാണ് ചാൻസ് കൂടുതൽ? നിങ്ങളുടെ രീതിയിൽ കൂടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്കും പറയാൻ പറ്റും അല്ലേ, ഏതായിരിക്കും ചാൻസ്? നിങ്ങളല്ലേ NDA 1 ആയിരിക്കും പറയുന്നത്? അല്ലല്ലോ, എന്റെ നോട്ടത്തിൽ NDA 2-നാണ് ചാൻസ് കൂടുതൽ. എന്തുകൊണ്ട് NDA 2-ന് ചാൻസ് കൂടുതൽ എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ ഇപ്പോൾ +2 എക്സാം തീരുന്നത് മാർച്ച്, ഇപ്പൊ ഏകദേശം ലാസ്റ്റ് ഒക്കെ വരെ പോകുന്നുണ്ട് അല്ലെ? ഏപ്രിൽ ഏകദേശം ഇപ്പൊ 13 എക്സാം, എന്തോ സമയമുണ്ട്. വളരെ ചെറിയൊരു ഗ്യാപ്പിലാണ് നമുക്ക് ആ എക്സാം എഴുതാൻ പോകുന്നത്. നമുക്ക് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ അതുകൊണ്ടൊന്നും കംപ്ലീറ്റ് ആവത്തില്ല, ഒന്നുമേ ആവില്ലെന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ പിന്നെ 1 ഇയർ ആയിട്ട് നമ്മുടെ പാരലായിട്ട് +2-നൊപ്പം പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റിയിരിക്കും. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഏകദേശം 8, 9, 10 സബ്ജക്ട്സുകൾ പലതായിട്ട് നോക്കുവാണെങ്കിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, ജോഗ്രഫി, ഇങ്ങനെ കുറേ ഉണ്ട്. എന്തായാലും ഇതെല്ലാം കൂടെ നമുക്ക് പറ്റത്തുമില്ല. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തോളം പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ഈ സമയം വളരെ കുറവാണ്. ബട്ട് സെപ്റ്റംബറിലാണെങ്കിലുള്ള ഒരു പ്രയോജനം കേട്ടേ, നമ്മുടെ ഏപ്രിൽ എക്സാം ചുമ്മാ അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കി മാക്സിമം പറ്റുന്ന പോലെ. അത് കിട്ടിയോ ഇല്ലയോ, കിട്ടിയില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെപ്റ്റംബറിൽ എഴുതാൻ പോലുള്ള പ്രയോജനം, ഈ സമയത്ത് നിങ്ങൾ കുറേ ഗ്യാപ്പ് ഉണ്ട്. ഏകദേശം ജൂൺ, ജൂലൈ വരെയൊക്കെ നിങ്ങൾ ഓൾറെഡി ഫ്രീ ആയിട്ട് നിൽക്കുക. ഒരു കോഴ്സിന് പോകുന്നതിനുള്ള കുറച്ച് പ്രിലിമിനറി വർക്ക്സിലാണ്. അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും ഈ സമയത്ത്. അപ്പൊ നമുക്ക് ഏപ്രിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ ഫുള്ള് ബാക്കി കിട്ടും അല്ലേ? അപ്പൊ ഏപ്രിൽ കിട്ടും, നെക്സ്റ്റ് മെയ് കിട്ടും, ജൂൺ കിട്ടും, ജൂലൈ കിട്ടും, ഓഗസ്റ്റ് കിട്ടും അല്ലെ, സെപ്റ്റംബർ. ഇത്രയും മാസങ്ങളാണ് കിട്ടുന്നത്. ഇതൊരു ചെറിയ കാര്യമില്ല. ഇതിനിടയ്ക്ക് നിങ്ങൾ ഇത്രയും ബാക്കി ഫ്രീ മിക്കവാറും ഒരു ജൂലൈ അല്ലെങ്കിൽ അവരൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരു കോഴ്സിന് ചിലപ്പോൾ ജോയിൻ ചെയ്തെന്ന് വെച്ചോ, കുഴപ്പമില്ല, ആ കോഴ്സ് അവിടെ നടക്കട്ടെ. സ്റ്റാർട്ടിംഗ് അല്ലേ ആയുള്ളൂ, വലിയൊരു പ്രോബ്ലം, ഉടനെ ഒരു എക്സാം ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോഴൊക്കെ നിങ്ങൾക്ക് NDA 2-ന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യാം. ഒരു ശല്യവും ഇല്ലാതെ, മീൻസ് ഒരു തടസ്സവും ഇല്ലാതെ സുഖമായിട്ട് സെപ്റ്റംബറിലെ എക്സാമിന് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്താം.
നിങ്ങൾക്ക് നല്ല ആഗ്രഹമുള്ളവർ സെപ്റ്റംബർ മീൻസ് NDA 2 എഴുതുന്നതായിരിക്കും ബെറ്റർ. അതായിരുന്നു എന്ന് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ പഠിക്കാനുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഫസ്റ്റ് പേപ്പർ എല്ലാവർക്കും അറിയാം, മാത്സ് ആണ്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് ആണ് അവിടെ തുടങ്ങുന്നത്, പിന്നെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് പ്രിഫറൻസ് മാത്സ് ആയിരിക്കണം. ഈ ഇംഗ്ലീഷ് നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിച്ചത് തന്നെ ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. പിന്നെ പഠിക്കേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബാക്കി സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, സമയമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. മാർക്കിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി പുതിയ വീഡിയോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പരിഷ്കരണങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളത് ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് വേണ്ട അടിപൊളിയായിട്ടുള്ള മാത്സ് ട്രിക്സ്, മാത്സ് സ്കിൽ പ്രോബ്ലംസുകൾ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് വരും. ഏറ്റവും നന്നായിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏതൊരു കുട്ടിക്കും ഇൻട്രസ്റ്റോടുകൂടി മനസ്സിലാവുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. ഓക്കെ, പിന്നെ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും നല്ല രീതിയിലുള്ള മെറ്റീരിയൽസുകളും കാര്യങ്ങളും തന്നുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ തരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മീൻസ് ഇതിന്റെ അകത്തൂടെ തന്നെ പഠിക്കണം, ഒന്ന് എന്തെങ്കിലും ആകണം എന്നുണ്ടെങ്കിൽ NDA 2 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.